മഹത്വം ഉള്ളതുകൊണ്ടാ ഗോണ്ഠനാമയിലിട്ട് നായ്ക്കളെ പോലെ തല്ലിച്ചതച്ചിട്ട് കയ്യും കാലും കൂട്ടിക്കെട്ടി തല്ലിച്ചതച്ചിട്ട് കണ്ണുകൾ കറുത്ത തുണിയിട്ട് മൂടി തല്ലിച്ചതച്ചിട്ട് കൈകൾ ബന്ധിക്കപ്പെട്ട് തല്ലിച്ചതച്ചിട്ട് അവരെ കൊണ്ടുപോയി അവർ ലണ്ടനിൽ പോകുമ്പോൾ അമേരിക്കക്കാരൻ എന്താ ചെയ്തിരിക്കുന്നത്? അവര് ടോയ്ലറ്റിൽ പോകുമ്പോൾ ഈ അവസ്ഥയിൽ പീഡിപ്പിക്കപ്പെടുന്നവർ കൈകാലുകൾ ബന്ധിപ്പിക്കപ്പെട്ട നിലയിൽ ടോയ്ലറ്റിലെ വെസ്റ്റേൺ ക്ലോസറ്റിൽ പോയിരുന്ന് മലമൂത്ര വിസർജനം ചെയ്തിട്ട് അവർക്ക് ശുദ്ധീകരിക്കാൻ വെള്ളം കൊണ്ട് ശുദ്ധീകരിച്ച് ശീലമില്ലാത്ത അമേരിക്കക്കാരൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ആ പേപ്പർ എടുത്ത് ശുദ്ധീകരിക്കാൻ വേണ്ടി ആ പേപ്പർ വലിച്ചു നോക്കുമ്പോൾ അത് വിശുദ്ധ ഖുർആന്റെ കോപ്പികളാണ്. മലമൂത്ര വിസർജനം ചെയ്തിട്ട് ഗോണ്ഠനാമയിലെ കക്കൂസുകളിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന തടവുകാരന് വൃത്തിയാക്കാൻ വെച്ചിരിക്കുന്ന പേപ്പർ വിശുദ്ധ ഖുർആന്റെ പേപ്പർ മുറിച്ചു വെച്ചിരിക്കുകയാണ് അവിടെ. ആ പേപ്പർ കണ്ടിട്ട് അവൻ അലറി വിളിക്കുകയാണ്. അവൻ അവിടെ കിടന്ന് ശക്തമായി പോരാടുകയാണ്. കൈയും കാലും കെട്ടിയിട്ടിരിക്കുമ്പോഴും ആ പേപ്പർ കണ്ടിട്ട് ശബ്ദം കേട്ടിട്ട് ഓടി വന്നവനെ കഴിയുന്നവണ്ണം അവൻ എഴുന്നേറ്റ് പ്രഹരിക്കുകയാണ്. അതിന്റെ പേരിൽ അവനെ തല്ലി ചതച്ചു കൊണ്ടുപോയി ഇരുട്ടുമുറിയിലിടുകയാണ്. ആ ഇരുട്ടുമുറിയിൽ കിടന്ന് ശ്വാസം മുട്ടി അവരിൽ പലരും മരിക്കുകയാണ്. ഈ പോരാട്ടത്തിന് അവർക്ക് പ്രചോദനം നൽകുന്നത് എന്താ? അസത്യത്തിനും അധർമ്മത്തിനും അനീതിക്കും അക്രമത്തിനും അക്രമിയായ ഭരണാധികാരിക്കുമെതിരെ പോരാടുന്നവന്റെ ശരീരത്തിലെ രക്തത്തുള്ളി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തുള്ളിയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാ. അനീതിക്കെതിരെ പോരാടാൻ പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആന്റെ സന്ദേശമാ. ആ ഖുർആനും പ്രവാചകനും മനുഷ്യ മനസ്സുകളിൽ ജീവിക്കുന്നിടത്തോളം കാലം ഒരു മനുഷ്യനും ഷണ്ടനായി മാറില്ല സഹോദരങ്ങളെ. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ തുള്ളി ഏതാണെന്നറിയുമോ? മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ ചെയ്തു പോയ തെറ്റുകളിൽ പേടിച്ചുകൊണ്ട് പടച്ച തമ്പുരാന്റെ മുന്നിൽ സുജൂദിൽ കിടന്നുകൊണ്ട് കരഞ്ഞു കണ്ണിൽ നിന്ന് വരുന്ന കണ്ണീർ തുള്ളി അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തുള്ളിയാണ്. ഗൾഫ് നാടുകളിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഹറമിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട്, ആകാശം മുട്ടയുള്ള വലിയ പാറക്കെട്ടുകളായ പർവ്വതങ്ങൾ വലിയ ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ച് തകർത്ത് ചരിപ്പണമാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പാറമലകളെക്കാൾ കട്ടിയുള്ള മലകൾ, പാപത്തിന്റെ കറുത്ത മലകൾ എന്റെയും നിങ്ങളുടെയും കൽബിനെ ആവരണം ചെയ്തിരിക്കുകയാണ്. പാപത്തിന്റെ മലകൾ കൊണ്ട് കൽബിങ്ങനെ നിറഞ്ഞിരിക്കുകയാ. ഈ മലയെ തകർക്കാൻ കഴിയുന്ന ഒരൊറ്റ ബുൾഡോസറേ ഉള്ളൂ മക്കളെ. അത് അറബി നാടുകളിലെ വൻമലകൾ തകർക്കുന്ന ബുൾഡോസറല്ല. പിന്നെയോ നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന പാപം ചെയ്തോർക്ക് അള്ളാഹുവേ തെറ്റ് ചെയ്തു പോയി, അള്ളാഹുവേ കുറ്റം ചെയ്തു പോയി, പടച്ചവനെ അപകടം തുടങ്ങിപ്പോയി, നീ എനിക്ക് മാപ്പ് തരണം, എനിക്ക് നീ മാത്രമേ പുറത്തു തരാനുള്ള തമ്പുരാനെ, വേറെ എവിടെയും എനിക്ക് പോകാനില്ല, നീ എന്നെ കൈവിടല്ല റബ്ബേ, നീ എന്നെ കൈവിട്ടാൽ എന്റെ അന്ത്യം മോശമാകും, എന്റെ പരലോക നഷ്ടത്തിലാകും, അതുകൊണ്ട് നീ എന്നെ കൈവിടരുതെന്ന് പറഞ്ഞ് റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞാൽ ആ കണ്ണീർ തുള്ളി കൊണ്ട് കൽബിന്റെ മുകളിൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കറുത്ത പാപത്തിന്റെ മലകളെ, കരിമ്പാറക്കൂട്ടങ്ങളെ ബുൾഡോസർ തകർക്കുന്നതിനേക്കാൾ ശക്തമായിട്ട് ആ പാപത്തിന്റെ മല കണ്ണീർ തുള്ളികൾ തകർക്കും. അതുകൊണ്ട് കരയാൻ കഴിയണം മക്കളെ, കരയാൻ കഴിയണം. ഗൾഫിൽ നിൽക്കുന്ന മോന്റെ ജോലി നഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ ഓടിപ്പോയി പടച്ചവനെ കരയും അല്ലേ? വീട്ടിലൊരു പശു ചത്തെന്ന് കണ്ടാൽ, സഹോദരിമാരൊരു കോഴി മുട്ടയിട്ടല്ല എന്ന് കണ്ടാൽ പെട്ടെന്ന് പോയിട്ട് കരയും, എന്റെ കോഴി മുട്ടയിട്ടില്ലല്ലോ പടച്ചവനെ. പക്ഷേ ചെയ്തു പോയ പാപങ്ങൾ ഓർത്ത് അബ്ദുൽ നാസർ മഅ്ദനിക്കോ എന്റെ മുമ്പിലിരിക്കുന്നവർക്കോ എത്ര പ്രാവശ്യം കരയാൻ പറ്റിയിട്ടുണ്ട്. ചെയ്തു പോയ തെറ്റുകൾ ഓർത്തിട്ട് പൊട്ടിക്കരയാൻ, കണ്ണീരൊഴുക്കാൻ. അങ്ങനെ കണ്ണീര് വരുമോ അവന്റെ മലക്കുകളെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കുമെന്ന്. കണ്ടില്ലേ എന്റെ അടിമ കരുനാഗപ്പള്ളിയിലെ ഇന്ന വീട്ടിലെ ഇന്ന ചട്ടക്കൂരയിലെ ഇന്ന മുറിയിൽ ഇരുന്നിട്ട് കരയുന്നത് കണ്ടില്ലേ എന്റെ അടിമ? ചെയ്തു പോയ തെറ്റുകളുടെ പേരിൽ അവന്റെ കണ്ണു നിറയുകയാണ്. ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് മക്കളെ സാക്ഷിയാക്കി അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ പാപമോചനം നമുക്ക് 10 ദിവസം റമളാൻ മൊത്തം പാപമോചനമാണ്. അതിൽ സ്പെഷ്യലായിട്ട് 10 ദിവസം റമളാനിൽ പാപം പുറത്തു വരാൻ വേണ്ടി അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ആ പാപമോചനം നമ്മൾ കരസ്ഥമാക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ പാപമോചനം അതിന് ഈ വിശുദ്ധ റമളാൻ ഉപയോഗപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്.
അതുപോലെ നരകമോചനം കിട്ടാൻ ഉപയോഗപ്പെടുത്തണം. ഈ റമദാൻ ഖുർആനുമായിട്ട് കൽബിനെ ബന്ധിക്കണം, ഖുർആനുമായിട്ട് കൽബിനെ ബന്ധിക്കണം. ഇന്ന് ഒരു തീരുമാനം എടുക്കും, ലോകത്തിങ്ങനെ മാറ്റം വരുത്താൻ. നിങ്ങൾ കണ്ടില്ലേ, സെപ്റ്റംബർ 11 ശേഷം നിരവധി പാവങ്ങളെ പിടിച്ച് ഗോണ്ടനാമയിലിട്ട് പീഡിപ്പിക്കുന്നു. അബൂഗരീബിൽ അവസ്ഥ എന്താ? അതെ, ഒരാഴ്ച മുമ്പ് വായിച്ചതല്ലേ, ഒരു ചെറുപ്പക്കാരൻ അവിടുത്തെ ജോലി മടുത്തിട്ട് ജോലി രാജിവെച്ചു പോയ അമേരിക്കൻ പട്ടാളക്കാരൻ പത്രങ്ങളോട് പറയുന്നു അവിടെ നടക്കുന്ന സംഭവങ്ങളെ പറ്റി. അയാൾ രാജിവെക്കുന്നതിന് മുമ്പുണ്ടായ അനുഭവങ്ങൾ, ചെറുപ്പക്കാരെ പിടിച്ചോണ്ട് വന്ന് അകത്ത് കയറ്റിയിട്ടിട്ട് കൈയും കാലും ഇങ്ങനെ വെച്ചിട്ട് ആ കയ്യിൽ ആണിയടിച്ച് കയറ്റുക, കാലിൽ ആണിയടിച്ച് കയറ്റുക, തലയോട്ടിയുടെ പുറത്ത് ആണിയടിച്ച് കയറ്റുക, അങ്ങനെ കുരിശിലിട്ട് കൊല്ലുന്നത് പോലെ കൊന്നുകൊണ്ടിരിക്കുകയാണെന്ന് അതിനകത്ത് ചെറുപ്പക്കാരെ. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആന്റെ കോപ്പി കൊണ്ട് ഗോണ്ടനാമയിലെ ലെറ്ററിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞതുപോലെ വൃത്തിയാക്കാൻ വേണ്ടി ഖുർആന്റെ പേപ്പർ മുറിച്ച് മലമൂത്ര വിസർജനം ചെയ്തിട്ട് വൃത്തിയാക്കാൻ അവിടെ വെച്ചേക്കുന്ന ദുരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ സെപ്റ്റംബർ 11 ശേഷം അമേരിക്കയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന മതഗ്രന്ഥം വിശുദ്ധ ഖുർആന്റെ കോപ്പിയാണ്. ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്നത് വിശുദ്ധ ഖുർആന്റെ കോപ്പിയാണ്. ഏറ്റവും അധികം പാരായണം ചെയ്യപ്പെടുന്നത് വിശുദ്ധ ഖുർആന്റെ കോപ്പിയാണ്. ദിനേന എന്ന വണ്ണം നിരവധി പേർ അമേരിക്കയിൽ പരിശുദ്ധ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല പറഞ്ഞതാ, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അമേരിക്കക്കാരൻ അവന്റെ പീരങ്കികൾ കൊണ്ട്, മാറ്റം ബോംബുകൾ കൊണ്ടും തകർക്കാൻ കഴിയില്ല. ബ്രിട്ടന്റെ ആളുകൾക്ക് അവന്റെ പട്ടാളക്കാർ കൊണ്ട് തകർക്കാൻ കഴിയില്ല. ഗോണ്ടനാമയിലെയും അബൂഗരീബിലെയും തടങ്കൽ പാളയങ്ങൾക്ക് തീർക്കാൻ കഴിയില്ല. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ, നാമാണ് ഈ വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, അതിനെ നമ്മൾ തന്നെ സൂക്ഷിക്കും. ആ സൂക്ഷിക്കുമെന്ന ഉത്തരവാദിത്വം ആകാശഭൂമികളുടെ സംവിധായകനെ ഏറ്റെടുത്ത ഗ്രന്ഥം പ്രപഞ്ചത്തിൽ വിശുദ്ധ ഖുർആൻ മാത്രമാണ്. ആ വിശുദ്ധ ഖുർആൻ ലോകത്തുണ്ടാക്കുന്ന മാറ്റം നമ്മൾ കണ്ടില്ലേ? കമലാസുരയ്യ, ലോകത്തേതെങ്കിലും, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു എഴുത്തുകാരിക്ക് ഇങ്ങനൊരു വിടവാങ്ങൽ കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും ചരിത്രത്തിലുണ്ടെങ്കിൽ പറ. ഏതെങ്കിലും ഒരു എഴുത്തുകാരിക്കോ എഴുത്തുകാരനോ ഇങ്ങനൊരു വിടവാങ്ങൽ കിട്ടിയോ? അവരെത്രമാത്രം, പലരും പറഞ്ഞു മാതൃഭൂമിയൊക്കെ ഒരിക്കൽ ലേഖനം എഴുതി, അവര് പറഞ്ഞു എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ്, ഞാൻ മതം മാറിപ്പോയേ. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നിയിട്ട് ഞാൻ പെട്ടെന്ന് അവരെ വിളിച്ചു. ജയിലിലിരിക്കുന്ന സമയം മുതലേ അൽഹംദുലില്ലാ കത്തുമായിട്ടും അല്ലാതെ ഒക്കെ ആയിട്ടൊരു ബന്ധം അവരുമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇസ്ലാമിൽ വന്നതിന് ശേഷം അങ്ങനെ ഞാൻ അവരെ വിളിച്ചിട്ട് വിശേഷമൊക്കെ ചോദിച്ചിട്ട്, എനിക്ക് ചോദിക്കാൻ പറ്റുമോ, മാതൃഭൂമിയിൽ ഇങ്ങനെ കണ്ടു, നിങ്ങൾ മാറിയോ, നിങ്ങൾക്കത് പറ്റിയില്ല എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ തമാശ പോലെ ചോദിച്ചു, നിസ്കരിക്കാനൊക്കെ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഉണ്ട് മോനെ, നിസ്കരിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കാനൊന്നും പറ്റൂല, എന്നാലും ഞാൻ എല്ലാ ദിവസവും ഖിബിലയ്ക്ക് നേരെ കാല് നീട്ടിയിരുന്നിട്ട് എനിക്ക് പറ്റുന്നത് പോലെ കുനിഞ്ഞും എനിക്ക് പറ്റുന്നത് പോലെ നിവർന്നും ഞാൻ 5 നേരവും നിസ്കരിക്കുന്നുണ്ട്. പരിശുദ്ധ ഹജ്ജിന് പോയപ്പോൾ അൽഹംദുലില്ലാഹ്, ഹജ്ജിന് പോയ സമയത്ത് പരിശുദ്ധ റൗള ശരീഫിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ മാധ്യമം പത്രത്തിൽ കണ്ടു, ഒരു വളരെ സീരിയസ് ആയിട്ട് ആശുപത്രിയിലാണെന്ന്. പെട്ടെന്ന് ഞാൻ അവരുടെ മോൻ MD നാലപ്പാടിനെ ഫോണിൽ വിളിച്ചു. ഞാൻ അദ്ദേഹത്തോട് വിശേഷം ചോദിച്ചു, എങ്ങനെയുണ്ട്? വളരെ സീരിയസ് ആയിരുന്നു, വളരെ അപകടകരമായിരുന്നു, മരിച്ചു പോകുമെന്ന് ഞങ്ങളൊക്കെ ഭയന്നതാണ് കഴിഞ്ഞ ഇതിന് മുമ്പത്തെ ഹജ്ജിന്റെ വേളയില. അങ്ങനെ പക്ഷേ ഞാൻ പല ആളുകളോടും വിളിച്ചിട്ട് അവരോട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ വിളിച്ചു പറഞ്ഞവരെ പേരൊക്കെ എന്നോട് പറഞ്ഞു, പല പണ്ഡിതന്മാർ, ഇസ്ലാമിക പ്രവർത്തകർ, അവരെയൊക്കെ വിളിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്തായാലും ഇപ്പം മദറിന് വളരെ സമാധാനമുണ്ട്. അവരെപ്പോഴും പറയുന്ന ഒരു ആഗ്രഹം എന്താണെന്നറിയോ? അവർക്ക് സംസം വെള്ളം കുടിക്കണം, അജുവാക്കാരയ്ക്ക കഴിക്കണം. ഇത് ചോദിച്ചുകൊണ്ടിരിക്കുക. അവരജുവായെപ്പറ്റി മനസ്സിലാക്കിയിരിക്കുന്നു. അജുവാക്കാരയ്ക്ക് അറിയുമല്ലോ, ഹാജിമാർക്ക് മദീനയിൽ നല്ല വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന കാരയ്ക്ക. അതിനെപ്പറ്റി വിശ്വസിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ കൈകൊണ്ട് വെച്ച കാരയ്ക്ക മരത്തിന്റെ പിന്തുടർച്ചയായിട്ടുള്ള മരത്തിലാണ്. ആ മരമാണ് അജുവ എന്ന് പറയുന്നത്. റസൂലുള്ള വെച്ച കാരയ്ക്കയാണ്. അതിന്റെ അരിയിട്ടിട്ട് വേറെ കാരയ്ക്ക, പിന്നെ കാരയ്ക്ക, പിന്നെ കാരയ്ക്കാമരം, പിന്നെ കാരയ്ക്കാമരം, ഇങ്ങനെയുള്ള കാരയ്ക്കാമരമാണെന്നാ വിശ്വസിക്കുന്നത്. അതാണ് അജുവായിക്ക് ഇത്രയും ഡിമാൻഡും വില കൂടുതലും. ആ അജുവാക്കാരയ്ക്കയെ പറ്റി അറിഞ്ഞ, അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ച, ഒന്നോർത്തു നോക്കിയേ, യാഥാസ്ഥിതിക ഹിന്ദു കുടുംബത്തിൽ ജനിച്ച, യാഥാസ്ഥിതികത്വം മൊത്തം നിലനിർത്തിയിരുന്ന, ആ യാഥാസ്ഥിതികത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് എഴുതിയിരുന്ന, ഒരുപാട് കവിതകൾ എഴുതിയ, ഒരുപാട് ലേഖനങ്ങൾ എഴുതിയ, ഒരുപാട് നോവലുകൾ എഴുതിയ, ഒരുപാട് ചെറുകഥകൾ എഴുതിയ ആ തൂലികയുടെ ഉടമയുണ്ടല്ലോ, അവരെത്രത്തോളം ഞാൻ അവിടെ തന്നെ കണ്ണു നിറഞ്ഞുപോയി അത് കേട്ടപ്പോൾ. കമലാസുരയ്യ എന്ന ആ പുലർകാല നക്ഷത്രം പഴയ മാധവിക്കുട്ടി പറയുകയാ, എനിക്കെന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്പർശനമേറ്റെന്ന് വിശ്വസിക്കുന്ന അജുവാക്കാരൊക്കെ കഴിക്കണം, എനിക്ക് സംസം വെള്ളം കുടിക്കണം. ഈ അവസ്ഥയിൽ ഒരാൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അയാൾക്ക് ഇസ്ലാമിൽ വന്നത് അബദ്ധമായി പോയെന്ന് തോന്നിയെന്നാണോ? 1000 മാതൃഭൂമി പുലമ്പിയാലും അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രിയപ്പെട്ട സഹോദരിക്ക് അല്ലാഹു കൊടുത്ത ബഹുമാനം എത്രയാ, ആദരവ് എത്രയാ. ഞാൻ എറണാകുളം ടൗൺ ഹാളിൽ അവരെ മയ്യത്ത് വന്നപ്പോൾ പോയപ്പോൾ അവരുടെ മയ്യത്തിന്റെ കാൽക്കൽ ഒരു ഉന്നത കുലീന കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരി, 2 പേരെ ഞാൻ കണ്ടു. ഒന്നൊരു പാവപ്പെട്ട ഒരു സ്ത്രീ, അവരും വന്നിട്ട് അവരുടെ കാലിന്റെ അടുക്കൽ വന്ന് പൊട്ടിക്കരയുകയാ. ഒരു കുലീന കുടുംബത്തിൽപ്പെട്ട ഒരു ഹിന്ദു സഹോദരി, അവരും വന്നിട്ട് കാലിന്റെ അടുക്കൽ വന്ന് ഇങ്ങനെ നിന്ന് പൊട്ടിക്കരയുകയാ. ഇത് കമലാസുരയ്യ എന്ന എഴുത്തുകാരിക്ക് മാത്രം കിട്ടിയതാ. മനുഷ്യ ഹൃദയങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എന്റെ കഥ എന്ന പുസ്തകം എഴുതിയ, അതായത് ശാന്തന്മാരായ ചെറുപ്പക്കാരെ പോലും രക്തം ചൂടുപിടിപ്പിക്കുന്ന പുസ്തകമാണ്. ആ പുസ്തകം എഴുതിയ ആ തൂലിക കൊണ്ട് തന്നെ, ആ വിരൽ തുമ്പുകൊണ്ട് തന്നെ കമലാസുരയ്യ യാ അല്ലാഹ് എന്ന കവിത എഴുതി എന്ന് പറയുമ്പോൾ, കമലാസുരയ്യയുടെ വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ആ വിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ മാറ്റം എത്രയാ, ആ ഖുർആൻ ഉണ്ടാക്കിയ ചലനം എത്രയാ. ഇങ്ങനെ കമലാസുരയ്യക്ക് മാറ്റം വരുത്തിയ ഖുർആൻ. കെ സ്റ്റീവൻസ് ഇന്ന് നമ്മൾ കേൾക്കുന്നില്ലേ, പഴയ കെ സ്റ്റീവൻസ് ഇന്ന് യൂസുഫുൽ ഇസ്ലാം എന്ന പേരില് എന്റെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ പോയിട്ട് ഇങ്ങനെ സൈറ്റ് തെരഞ്ഞു പോകുമ്പോൾ, ഏതെങ്കിലും സിനിമാ നടിയുടെ സൈറ്റിലെത്തുമ്പോൾ, ഏതെങ്കിലും നഗ്ന ശരീരം പ്രകടിപ്പിക്കുന്നവരുടെ സൈറ്റിലെത്തുമ്പോൾ, അവിടെ നിന്നിട്ട് അതൊക്കെ ഇങ്ങനെ കണ്ടും കേട്ടും ആസ്വദിക്കുന്ന ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം യുവാക്കളെ, നരമ്പ് രോഗം മാറ്റിവെക്കുക മക്കളെ. എന്നിട്ട് നിങ്ങൾ പോവുക, യൂസുഫുൽ ഇസ്ലാമിന്റെ സൈറ്റിലേക്ക് പോവുക. യൂസുഫുൽ ഇസ്ലാം പഴയ കെ സ്റ്റീവൻസ് ആയിരുന്നു എന്നറിയുക. എന്നിട്ട് ആ കെ സ്റ്റീവൻസ് എന്ന യൂസുഫുൽ ഇസ്ലാം ഇന്ന് വിശുദ്ധ ഖുർആന്റെ പ്രബോധനത്തിന് വേണ്ടി ലോകം മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയുക. അദ്ദേഹത്തിന്റെ കർണാനന്ദകരമായ ശബ്ദത്തിലോടിയ വിശുദ്ധ ഖുർആൻ അങ്ങനെ കേൾക്കുക. അദ്ദേഹം ഖുർആൻ റിസർച്ച് സെന്ററുകൾ ആരംഭിച്ചിരിക്കുന്നതിനെ പറ്റി പഠിക്കുക. ഇങ്ങനെ ലോകം നിങ്ങൾക്കറിയുമോ, രാത്രിയിൽ നിങ്ങൾ പോയിട്ട് പാതിരാത്രികളെ ചൂടുപിടിപ്പിക്കുന്ന ചാനലുകളിൽ നിങ്ങൾ റിമോട്ട് അടിച്ചടിച്ചു പോയി നിൽക്കല്ലേ മക്കളെ. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പീസ് ടിവി കിട്ടുന്ന, പീസ് ടിവി ജാക്കിർ നായിക്കിന്റെ പീസ് ടിവി കിട്ടുന്ന ഒരു സംവിധാനം നിങ്ങൾ ഉണ്ടാക്കും മക്കളെ. എന്നിട്ട് പീസ് ടിവിയിലേക്ക് നിങ്ങൾ പോവുക. ഓരോ ദിവസവും നിങ്ങൾക്ക് കാണാൻ കഴിയും വിശുദ്ധ ഇസ്ലാം ആശ്ലേഷിച്ച നിരവധി അമേരിക്കക്കാര്, നിരവധി ഫിലിപ്പൈൻസുകാര്, നിരവധി ആഫ്രിക്കക്കാര്, ആസ്ട്രേലിയക്കാര്, ഇസ്ലാം സ്വീകരിച്ചവരിങ്ങനെ വന്നിട്ട് ഞാൻ എന്തുകൊണ്ട് ഇസ്ലാമായി എന്ന്, ഞാൻ എന്താണ് ഖുർആനിൽ എന്റെ മനസ്സിനെ സ്വാധീനിച്ചതെന്ന് പറയുന്നത് കേൾക്കുക മക്കളെ. അങ്ങനെ ഖുർആനെ പറ്റി അറിയുക മക്കളെ, വിശുദ്ധ ഖുർആൻ ഓതുക മക്കളെ. എന്റെ സഹോദരങ്ങളെ, ഈ റമളാനിൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾ വീട്ടിലേക്ക് പള്ളിയിൽ നിന്ന് പോകുമ്പോൾ, വീട്ടിലെത്തുമ്പോൾ 3 വലിയ പെണ്ണൊട്ടകം, ഗർഭിണിയായ പെണ്ണൊട്ടകങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ കിട്ടിയാൽ, അതവിടെ നിങ്ങൾക്ക് സംഭാവനയായി കിട്ടിയെന്ന് കണ്ടാൽ നിങ്ങൾക്ക് സന്തോഷം തോന്നില്ലേ? അതേ, നിങ്ങൾക്ക് സന്തോഷം തോന്നും. ഒരു പെണ്ണൊട്ടകം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലൈലാൻഡിൽ ലോറി കിട്ടുന്നതിനേക്കാൾ അറബികൾക്ക് സന്തോഷമല്ലേ? അതും അന്നത്തെ കാലത്ത് അവസ്ഥ എന്താ? അവരോട് ചോദിക്കുക, 3 പെണ്ണൊട്ടകം കിട്ടിയാൽ നിങ്ങൾ സന്തോഷിക്കില്ലേ? അതേ, സന്തോഷിക്കും. എന്നാൽ നിങ്ങൾ ദിവസം 3 ഖുർആനായത്തോടിയാൽ, 3 ആയത്ത് നിങ്ങൾ ഓടിയാൽ നിങ്ങൾക്ക് 3 വിലപിടിപ്പുള്ള ഗർഭിണി പെണ്ണൊട്ടകങ്ങളെ കിട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കൂടുതൽ കിട്ടുന്ന കാര്യമാ. 3 ആയത്തോടാൻ പറ്റിയാൽ ഈ വിശുദ്ധ ഖുർആനുമായി നമ്മൾ ബന്ധപ്പെടുന്നുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഉസ്താദേ എനിക്ക് ഓതാൻ അറിയില്ലല്ലോ എന്നാണ് മറുപടി. എങ്കിൽ കേൾക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖുർആൻ നന്നായിട്ട് ഓതാൻ അറിയാത്ത ഒരാള് പതുക്കെ എടുത്ത് വിക്കി ഓതിയാൽ, നന്നായി ഓതുന്ന ആളിന് 1 പ്രതിഫലമാണ് കിട്ടുന്നതെങ്കിൽ വിക്കി ഖുർആൻ ഓതുന്ന ആളിന് 2 പ്രതിഫലം കിട്ടുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഇനി അങ്ങനെയും ഓതാൻ കഴിയുന്നില്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ എടുത്ത് വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ, ഓരോ ഹർഫിലൂടെയും കണ്ണോടിക്കുമ്പോൾ ഓരോ അക്ഷരത്തിനും ഓരോ നന്മ എഴുതുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇനി അതും പറ്റുന്നില്ലെങ്കിൽ ഖുർആൻ ഓതാൻ അറിയുന്ന ഒരാളിനെ വിളിച്ചിരുത്തി ഖുർആൻ ഓടിപ്പിച്ചിട്ട് അത് സശ്രദ്ധം കേൾക്കുകയാണെങ്കിൽ അതിന് പ്രതിഫലം കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ വിശുദ്ധ ഖുർആൻ ഇത്ര
എത്ര നന്മയുള്ള ഖുർആനാണല്ലോ മക്കളെ. എന്റെ ഉമ്മമാരെ പെങ്ങന്മാരെ അലമാരക്കകത്ത് പച്ചത്തുണി വെച്ച് മൂടിയിട്ട് അത്തറും പുരട്ടിയിട്ട് മേളത്തെ നിലയിൽ കൊണ്ട് ഭദ്രമായി പൂട്ടിവെച്ചിരിക്കുന്നത് വാപ്പ മരിക്കുമ്പം ഭർത്താവ് മരിക്കുമ്പം മാത്രം എടുക്കേണ്ട സാധനമാണെന്ന് കരുതി ഇങ്ങനെ കൊണ്ട് സൂക്ഷിക്കേണ്ട സാധനമല്ലല്ലോ ഇത്. ഇത് എടുക്കേണ്ടതല്ലേ, പഠിക്കേണ്ടതല്ലേ, ഓതേണ്ടതല്ലേ, ചർച്ച ചെയ്യേണ്ടതല്ലേ? ഇവരൊക്കെ ലോകത്ത് നിരവധി ചിന്തകരും ബുദ്ധിജീവികളും എഴുത്തുകാരും ഒക്കെ ഇസ്ലാം ആശ്ലേഷിക്കുന്ന ഖുർആൻ കണ്ടിട്ട് നമ്മളോ ഖുർആൻ കൊണ്ട് അലമാരയിൽ പൂട്ടിവെച്ചിരിക്കുന്നു. മരിക്കുമ്പോ എടുക്കാൻ വേണ്ടിയിട്ട് അതിനു മുമ്പ് തൊട്ടുകൂടാ. അയ്യോ ഖുർആനാ തൊടല്ലേ എന്ന് പറയും, ഖുർആനാ തൊടല്ലേ എന്ന് പറയും. ആരെങ്കിലും മരിച്ചാൽ പോയി എടുക്കും. അതുകൊണ്ട് ഈ നന്മ ഈ വിശുദ്ധ റമദാനിൽ, അതുകൊണ്ട് ഇന്നത്തെ ഈ രാത്രി ഞാൻ ഒരു 5 മിനിറ്റ് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്തിട്ട് പോയേക്കാന്നാ വിചാരിച്ച. അബൂബക്കർ കാസിമി നല്ല പ്രസംഗകനാണ്, ഇപ്പൊ വരും. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഒഴിയാൻ വേണ്ടി വന്നതാ. പക്ഷെ ഈ വന്നിങ്ങനെ വന്നപ്പോ ഇങ്ങനെ പതുക്കെ ആളിങ്ങനെ കൂടുന്ന കണ്ടപ്പോ എനിക്ക് ഇത്തിരി ഇവിടെ പ്രസംഗം അങ്ങ് കൂടിപ്പോയി. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എനിക്ക് പറയാനുള്ളത് ഈ വിശുദ്ധ റമദാനിൽ ഈ രാത്രിയിൽ എന്റെ ഈ വരവ് എനിക്ക് ഉറപ്പായി ഇതിന്റെ കമ്മിറ്റിക്കാർ എനിക്ക് 10 പൈസയും തരൂല്ല. കാരണം 2 പാവപ്പെട്ട പിള്ളേരുമായി കൂടിയായിട്ട് നടത്തുന്ന 2-3 പിള്ളേർ കൂടിയാ അവരൊന്നും തരൂല്ല. ഡീസൽ ഞാൻ തന്നെ അടിക്കണം, ക്ഷീണം ഞാൻ തന്നെ സഹിക്കണം. പിന്നെ എനിക്കെന്താ നന്മ, എനിക്കെന്താ പ്രയോജനം? പൈസ ഉള്ളവര് പോലും എനിക്ക് തരല് നാണക്കേടാണല്ലോ എന്ന് കരുതി തരൂല്ല. ഇപ്പൊ അടുത്തൊരു മഹലിൽ പ്രസംഗിക്കാൻ കൊണ്ടുപോയി 4.5 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചു. 100-300 കിലോമീറ്റർ ഓടിയാ ഞാൻ പോയത്. എന്റെ വണ്ടിയിൽ പെട്രോൾ എടുത്തിട്ട് പച്ചവെള്ളം എടുത്ത് മന്ത്രിച്ചിട്ട് ഒഴിച്ചാൽ ഓടുവോ വണ്ടി? ഡീസൽ അടിച്ചാൽ തന്നെയല്ലേ ഓടുള്ളൂ. പക്ഷെ അവരെ ഒരു നാണക്കേട്. മദനിസ്ഥാൻ എങ്ങനെയാ പൈസ കൊടുക്കുന്നത്? മൂപ്പരൊക്കെ വലിയ ആളല്ലേ, എങ്ങനെയാ കൊടുക്കുന്നത്? എന്തായാലും ഇവിടെ ഞാൻ 5 പൈസയും പ്രതീക്ഷിച്ചുകൊണ്ടൊന്നും പറയല്ല. അങ്ങനെ തോന്നല്ലേ പൈസ തരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ അടവ് പ്രയോഗിക്കുകയാണെന്നും തോന്നണ്ട. അല്ല, എനിക്ക് ഈ രാത്രി ഫലവത്താകണം. ഇത്രയും നേരം ഞാൻ സംസാരിച്ച ഫലവത്താകണം. അതിനെനിക്കും നിങ്ങൾക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, എന്റെ പ്രിയപ്പെട്ട അനുജന്മാർ, സഹോദരന്മാർ, എന്റെ ഉമ്മമാർ, നാളെ മാർക്കറ്റിൽ പോകുമ്പോൾ കരുനാഗപ്പള്ളിയിൽ നമ്മുടെ ബുക്ക് സ്റ്റാളിൽ നിന്ന്, പുതിയാവിലെ ബുക്ക് സ്റ്റാളിൽ നിന്നോ ഒരു വിശുദ്ധ ഖുർആന്റെ കോപ്പി, പറ്റിയാൽ ഒരു നല്ല പരിഭാഷ, നല്ല ഉസ്താദുമാർ എഴുതിയ പരിഭാഷകളൊക്കെ ഒരുപാട് കിട്ടും. ഒരു നല്ല പരിഭാഷ. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഈ വിശുദ്ധ റമദാൻ തുടങ്ങിയതിനു ശേഷം ഓതാൻ അറിയുന്നവരെ അറ്റ്ലീസ്റ്റ് ഒരു ഹത്തം ഓതി തീർക്കുക, ഏറ്റവും കുറഞ്ഞത്. ഓതാൻ അറിയാത്തവര്, സ്പീഡിൽ ഓതാൻ അറിയാത്തവര്, നോക്കിയാൽ പതുക്കെ ഓതാൻ കഴിയുന്നവര് ഒരു ദിവസം ഒരു പേജെങ്കിലും പതുക്കെ ഓതുക. അതും കഴിയാത്തവരുണ്ടെങ്കിൽ എടുത്ത ഖുർആൻ ഇങ്ങനെ നോക്കിയിട്ട് റസൂലുള്ള പറഞ്ഞ നന്മ കരസ്ഥമാക്കുക. അതിനും പറ്റുന്നില്ലെങ്കിൽ ഒരു മുത്താലിമിനെയോ ആരെങ്കിലും ഓതാൻ അറിയുന്ന ഒരു സഹോദരന്റെയോ അടുത്ത് പോയിരുന്നിട്ട് ഒന്ന് ഓതിയെ ഞാനൊന്ന് കേൾക്കട്ടെ. ഓതാൻ അറിയുന്നവർക്ക് ഓതുന്നത് കേൾക്കുന്നത് സുന്നത്താണ്, ഓതുന്നത് കേൾക്കുന്നത് സുന്നത്താ. ഒന്ന് ഓതിയെ ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞ് അടുത്ത് പോയിരുന്ന ഒന്ന് ഓതി കേൾക്കാൻ. ഈ വിശുദ്ധ റമളാനിൽ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗസാലി ഇമാമ് പറഞ്ഞതുപോലെ കൽബിന് നോമ്പ്, കണ്ണിന് നോമ്പ്, കാതിന് നോമ്പ്, ശരീരത്തിന് മൊത്തം നോമ്പ്. ഒരു വാക്കും അനാവശ്യമായി സംസാരിക്കൂല, ആരെപ്പറ്റിയും പരദൂഷണം പറയൂല, തെറ്റ് കേൾക്കൂല. വിശുദ്ധ ഖുർആൻ ഞാൻ ഓതും, ഖുർആനുമായി എന്റെ കൽബിനെ ബന്ധിപ്പിക്കും. അങ്ങനെ ഞാൻ ഇൻഷാ അല്ലാഹ് മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെട്ട നിലയിൽ അസ്രായിൽ അലൈഹിസ്സലാം വന്നിട്ട് വിളിക്കുമ്പോൾ, എന്താ അസ്രായിലെ വരാൻ താമസിച്ചു പോയത് എന്ന് ചോദിച്ചു കൂടെ പോകാൻ പറ്റുന്ന ഒരു ഈമാനികാവസ്ഥയെ പറ്റി ഒന്ന് ഓർത്തു നോക്കിയേ. നമ്മളിങ്ങനെ കിടക്കുക, ആള് വന്നു, ആരാങ്ങള്? ഞാൻ അസ്രായില എന്ന് പറയുമ്പോഴേക്ക് ആയ കയ്യും കാലും ഇട്ടടിച്ച് ഖുർആൻ പറഞ്ഞതുപോലെ കണ്ണ് തള്ളി നാക്ക് കടിച്ച് അപകടകരമായ അവസ്ഥയിലേക്ക് പോകാതെ അസ്രായില ഞാനെന്ന് പറയുമ്പോ, അസ്രായിലാണോ നമുക്ക് പോകാമെന്നാ, എന്നെ വിളിക്കാമെന്നാണോ, എന്തേ താമസിച്ചേ, പോകാം വാ എന്ന് പറഞ്ഞ് കൈപിടിച്ച് പോകാൻ പറ്റുന്ന ഒരവസ്ഥ മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്ത് എങ്ങനെ ആയെന്നറിയോ? ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, പിന്നെ എനിക്കൊരു വിരുന്നുകാരൻ വരാനുണ്ട്, ഞാൻ ഒന്ന് റെഡിയാവട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. ശിഷ്യന്മാർ വിചാരിച്ചു ഇപ്പൊ റെഡിയായി പുറത്തിറങ്ങി വരും, കുറേ നേരമായിട്ടും കാണുന്നില്ല. ബാങ്ക് കൊടുത്തു, നിസ്കാരത്തിന്റെ സമയമായി, എന്നിട്ട് ഇമാമിനെ കാണുന്നില്ല, ഗസാലി ഇമാമിനെ കാണുന്നില്ല. പെട്ടെന്ന് ഇവരകത്തേക്ക് കയറിപ്പോയി. നോക്കിയപ്പോ എന്താ അവസ്ഥ? ഗസാലി ഇമാം, ആ വിരുന്നുകാരൻ വന്നു, സ്വീകരിച്ചു. ഗസാലി ഇമാം പോയി കുളിച്ച് വൃത്തിയായി വെള്ളത്തുണി ധരിച്ച് ശരീരത്തെ അത്തറ് പുരട്ടിയിട്ട് വെള്ളത്തുണി കഫൻ തുണി വിരിച്ചിട്ടിട്ട് അതിനകത്ത് മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പോയി തയ്യാറായി, റെഡിയായി, മരണത്തിന് തയ്യാറായി, അസ്രായിലിന്റെ കൂടെ യാത്രയായി. നമുക്ക് പറ്റുമോ? അതിന്റെ ഒരു അംശം പറ്റുമോ? നെഞ്ചുവേദന, ഓടി കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പെട്ടെന്ന് ഇപ്പൊ കിംസിൽ പോയിട്ടും കാര്യമില്ല, 1.5 ലക്ഷം കൊടുത്തിട്ടും പന്നിപ്പനി പിടിച്ചു മരിച്ചു എന്നാ പറയുന്നത്. അപ്പോ പോയി, അവിടെ ചെന്നപ്പോ എല്ലാം നോക്കിയിട്ട് പറഞ്ഞു,
ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങളങ്ങനെ മരിക്കുമൊന്നുമില്ല, പെട്ടെന്ന് മൂഖം 14 രാവ് പോലെ തെളിയും. അപ്പൊ പറഞ്ഞു പക്ഷെ ഒരു കാര്യം, 10 കൊല്ലം വരെ ആയുസുള്ളൂ, അത് കഴിഞ്ഞാൽ മരിക്കും. 2019 ആഗസ്റ്റ് ആയി കഴിഞ്ഞാൽ മരിക്കുമെന്ന് പറഞ്ഞോ, വീണ്ടും മുഖം കറുത്തവാവ് പോലെ ആവും. അന്ന് മുതലാവും മരിക്കാൻ തുടങ്ങും, അന്ന് മുതൽ മരിക്കാൻ തുടങ്ങും. പിന്നെ കലണ്ടർ കണ്ടാ പേടിയാവുമ്പോ 2009, 2010, 2011 പടച്ചവനെ എന്താ അവസ്ഥ, 10 കൊല്ലം കഴിഞ്ഞ് മരിക്കുന്നു. പക്ഷെ മരണത്തിന് ഇങ്ങനെ വല്ലതും ഉണ്ടോ? കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് വിനീതനായ ഞാൻ മുൻകൈയെടുത്ത് വിശുദ്ധ ഖുർആനോട് തോന്നിയ സ്നേഹം കൊണ്ട് ഒരുപാട് പറയണമെന്ന് തോന്നിപ്പോന്ന് പറയുന്നില്ല. ഉംറയ്ക്ക് പോയപ്പോ കുറെ അനുഭവങ്ങൾ ഉണ്ടായി, അതിന് പിന്നൊരിക്കൽ പറയാം. ഖുർആന്റെ മുഅ്ജിസത്ത് കാണാൻ കഴിഞ്ഞ ചില അനുഭവങ്ങൾ ചില ആളുകളിൽ നിന്ന്. അപ്പോ അങ്ങനെ ഖുർആനോടുള്ള സ്നേഹം കൊണ്ട് ഖുർആന്റെ പ്രബോധനം ലക്ഷ്യം വെച്ചുകൊണ്ട് എറണാകുളത്ത് ചെറുവേലിക്കുന്നെന്ന് പറയുന്ന പെരുമ്പാവൂരിനടുത്ത സ്ഥലത്ത് ഒരു ഖുർആൻ റിസർച്ച് സെന്റർ ഉദ്ഘാടനം ചെയ്തു. അടുത്ത ദിവസം ഖുർആൻ ഹിഫ്ള് പഠിക്കുന്ന, ഒപ്പം ഖുർആനെ പറ്റി ഗവേഷണം നടക്കുന്ന ആ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കേന്ദ്രം ഒരു ചെറിയ കെട്ടിടത്തിൽ, ഒരു വാടക കെട്ടിടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ആ ഉദ്ഘാടനം തന്നെ ഖുർആന്റെ കാര്യമായതുകൊണ്ട് ആരെന്നെ പറ്റി എന്തൊക്കെ പറഞ്ഞാലും, വിനീതനായ ഞാൻ പ്രസിഡന്റായിട്ടുള്ള സൊസൈറ്റി അത് ചെയ്തിരിക്കുന്നേ, അവിടെ ഖുർആന്റെ കാര്യമായതുകൊണ്ട് തന്നെ അതിനൊരു ആ ഒരു ഉദ്ഘാടനത്തിനൊരു പുതുമ വേണമെന്നുള്ളതുകൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത്, അത് മുറിപ്പിച്ചത്, നാടമുറിപ്പിച്ചത് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, അദ്ദേഹത്തിന്റെ മകളെ വിവാഹം കഴിച്ച പാണക്കാട് ലുക്മാൻ തങ്ങളെ കൊണ്ടാണ് അത് ഉദ്ഘാടനം ചെയ്യിച്ചത്. ദുആ ചെയ്യിപ്പിച്ചത് മഹാനായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ സുന്നി ജമിയത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പറായ ഇബ്രാഹിം മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനായ പണ്ഡിതനെ കൊണ്ടാണ്. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ പ്രമുഖരായ പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരുന്നു, വിനീതനായ ഞാനും ഉണ്ടായിരുന്നു. എല്ലാ മുഖ്യധാരാ മുസ്ലിം സംഘടനകളുടെയും പ്രാതിനിധ്യത്തോടുകൂടി ഒരു വലിയ സദസ്സിന്റെ മുമ്പിലാണ് അൽഹംദുലില്ലാഹ് അത് ഉദ്ഘാടനം ചെയ്തത്. ആ ഖുർആൻ റിസർച്ച് സെന്റർ ഉദ്ഘാടന ദിവസം ഞാൻ അങ്ങോട്ട് എറണാകുളത്ത് എന്റെ വീട്ടിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പൊക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ വരുന്നു. കൊട്ടാരക്കരയിൽ സാബു എന്ന് പറഞ്ഞൊരു പാർട്ടിക്കാരനുണ്ട്, അയാളാ വിളിക്കുന്നത്. അയാൾ വിളിച്ചിട്ട് എന്നോട് പറയാണ്, ഉസ്താദെ നമ്മുടെ സക്കീർ മരിച്ചു, ഉസ്താദ് അത്യാവശ്യമായിട്ടൊന്ന് വരണം അവന്റെ വീട് വരെ. ഞാൻ പറഞ്ഞു, മോനെ ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകാണല്ലോ, ഏത് സക്കീറാ മരിച്ചത്? ഉസ്താദിന് മനസ്സിലായില്ലേ നമ്മുടെ സക്കീർ? വീണ്ടും ചോദിച്ചു, ഏത് സക്കീറാ മോനെ? നമ്മുടെ പാർട്ടിക്കാരൻ സക്കീർ. അപ്പോഴും ഞാൻ ചോദിക്കുക ഏത് സക്കീറാ? കാരണം എന്താ, എനിക്കറിയുന്ന ഒരു സക്കീറേ അവിടെ ഉള്ളൂ. അവനെ ഞാൻ 4 ദിവസം മുമ്പ് എറണാകുളത്ത് പാർട്ടി സെക്രട്ടേറിയറ്റ് നടക്കുമ്പോൾ അവൻ വന്നിട്ട് അവന്റെ പെങ്ങടെ കുട്ടിക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ അതിന്റെ പേപ്പറുകളൊക്കെ ആയിട്ട് വന്ന് യോഗം തീരുന്നവരെ മണിക്കൂറുകളോളം കാത്തു നിന്ന് പിന്നെ എന്റെ അടുക്കൽ വന്ന് ആ പേപ്പറൊക്കെ തന്ന് വളരെ സന്തോഷത്തോടെ കൈപിടിച്ചു പോയ അരോഗബിദ്ധാർത്ഥനായ മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ. അവനാണ് എനിക്കറിയുന്ന സക്കീർ. അതല്ലാതെ ഒരു സക്കീറിനെ ഞാൻ അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കും, പറയാ ഉസ്താദെ ആ സക്കീർ തന്നെ മരിച്ചത്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 4 ദിവസം മുമ്പ് മണിക്കൂറുകളോളം എന്റെ അടുത്ത് വന്ന് നിന്നതാ, ഒരു രോഗവുമില്ലാത്ത ചെറുപ്പക്കാരനാ. അവന്റെ പെങ്ങൾ ശാസ്താംകോട്ടയ്ക്കടുത്തുള്ള പെങ്ങളുടെ വീട്, ആ പെങ്ങളുടെ വീട്ടിൽ അവന്റെ വീട് പ്രവേശനമായിരുന്നു. അവൻ പാചകക്കാരനാ, അവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ഒരു അസ്വസ്ഥത തോന്നി. ആ അസ്വസ്ഥത കൊണ്ട് അവൻ തന്നെ നടന്ന് സ്വന്തമായിട്ട് ഒരാളെയും വിളിക്കാതെ പത്മാവതി ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് കാണിച്ചു, കാർഡിയോളജിസ്റ്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നി, പെട്ടെന്നങ്ങ് മരിച്ചു. ഏതാനും സെക്കൻഡുകൾ മാത്രം. ഇവിടെ കോയിവിളയിലെ എന്റെ കുടുംബ വീടിന്റെ തൊട്ടുതെക്കേലെ ജമീല സാർ എന്ന് പറഞ്ഞൊരു സഹോദരിയുണ്ട്, ചെറുപ്പത്തിലെ വിധവയായ സഹോദരിയാ. ആ സഹോദരിക്ക് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമുണ്ട്. ആ പെണ്ണിന് അടുത്ത സമയത്ത് കല്യാണം കഴിച്ചു കൊടുത്തു. ആ പെണ്ണിന്റെ ഭർത്താവ് ഒരു രോഗവുമില്ലാത്ത ആളാ. 2 പേരും രാത്രിയിൽ ഉറങ്ങാൻ കിടന്നതാ. ചെറുപ്പക്കാരനാ. രാവിലെ എഴുന്നേറ്റിട്ട് എനിക്കിത്തിരി വെള്ളം വേണം, ഒരു അസ്വസ്ഥത തോന്നുന്നു. വെള്ളം എടുത്തുകൊണ്ട് വരുമ്പോഴേക്കാളും മരിച്ചു. രോഗമൊന്നുമില്ല. മരണത്തിന് ഇങ്ങനെ വല്ലതുമുണ്ടോ? ഗൾഫിൽ നിന്നൊരു സഹോദരന് അദ്ദേഹം പുതിയ വീട് വെച്ച് വീട്ടുകാർ പാലുകാച്ച് നടത്തി. ആ പാലുകാച്ച് നടത്തിയ വീട്ടിലേക്ക് വരികയാ. തന്റെ ഭാര്യ പ്രസവിച്ച മോനെ കണ്ടിട്ടുമില്ല. പുതിയ വീട്ടിൽ കയറാനും പൊന്നുമോനെ കാണാനും വേണ്ടി വന്നു. ഭാര്യയും മോനും ബന്ധുക്കളും ഒക്കെ കൂടെ പോയി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. പുതിയ വീട്ടിലേക്ക് കാലെടുത്തു വെച്ച് ബെഡ്റൂമിലേക്ക് കയറി. പൊന്നുമോനെ ഒന്ന് കാണാൻ വേണ്ടി കയ്യിലെടുക്കാൻ പോകുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നി. പെട്ടെന്ന് അവിടെ ഇരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ മരിച്ചു. ഈ ചാരുമൂട് ആ സഹോദരന്റെ ഭാര്യ ഞാൻ മദ്രസയെ പഠിപ്പിച്ച കുട്ടിയാ. അടുത്ത സമയത്ത് അവിടെ പോകുമ്പോൾ വന്ന് എന്നെ കണ്ട് പൊട്ടി കരഞ്ഞു ദുആ ചെയ്യാൻ പറയുകയാ. മരണം ഇങ്ങനെയാ മക്കളെ, മരണം ഇങ്ങനെയാ. നമുക്ക് തിരക്കാണ്. നമുക്ക് ഓട്ടമാണ്. മരിച്ച വീട്ടിലും മയ്യത്ത് കാണാൻ വേണ്ടി പോയാലും നമ്മൾ വാച്ച് നോക്കിയിട്ട് സമയമായി, അടുത്ത കാര്യത്തിന് പോണം, അങ്ങോട്ട് പോണം, ഇങ്ങോട്ട് പോണം. മയ്യത്ത് നിസ്കരിക്കാൻ നമുക്ക് സമയമില്ല, മയ്യത്തിന്റെ അടുത്ത് പോകാൻ നമുക്ക് സമയമില്ല. അപകടകരമായ
ആവശ്യമായി ഈ തിരക്കുണ്ടല്ലോ, ഈ തിരക്കിനിടയിലെ വാപ്പ മരിക്കുന്നു, അപ്പോഴതാ ഓടുന്നു കടയിലേക്ക്, കരുനാഗപ്പള്ളിയിലെ ഏറ്റവും നല്ല ടെക്സ്റ്റൈൽസിൽ പോയിട്ട് വാപ്പാടെ മയ്യത്ത് പൊതിയാൻ വേണ്ടി വിലപിടിപ്പുള്ള വെള്ളത്തുണി വാങ്ങുമ്പോൾ പൊന്നുമോനെ, നീ എനിക്ക് വേണ്ടി, എനിക്കിതുമായിട്ടൊരു ബന്ധമില്ല, എന്റെ ഉപ്പാക്ക് വേണ്ടിയാന്ന് പറഞ്ഞ് നീ വെള്ളത്തുണി എടുക്കുമ്പോൾ അതേ അലമാരയിലെ മറ്റൊരു ഷെൽഫിലിരുന്നു കൊണ്ട് മറ്റൊരു വെള്ളത്തുണി നിന്നെ നോക്കി ചിരിക്കുന്നുണ്ട് പൊന്നുമോനെ. നീ ഇനി എന്നെ വാങ്ങാൻ നിനക്ക് വരാൻ പറ്റില്ല, നിനക്ക് വേണ്ടി വരാൻ പോകുന്നത് എന്നെ വാങ്ങാനാണെന്ന് പറഞ്ഞ് മറ്റൊരു തുണി അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടാകും സഹോദര. മരണം എപ്പോഴാണ് വരുന്നതെന്നറിയില്ല, എപ്പോഴാണ് അസ്റാഈൽ വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ വിശുദ്ധ റമളാൻ നമുക്ക് കിട്ടിയാൽ ലക്കായി. ഈ റമളാൻ വരങ്ങെത്താൻ അതാണല്ലോ ദുആ ശഅബാന് ചെല്ലാൻ പറഞ്ഞത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഞങ്ങളെ റമളാനിലേക്ക് എത്തിക്കണേ പടച്ചോനെ, റമളാനിലേക്ക് എത്താൻ ദുആ ചെയ്. ഇനി എണ്ണപ്പെട്ട ദിവസങ്ങൾ എത്തിയാലോ ഈ പറഞ്ഞതുപോലൊന്ന് നോമ്പ് പിടിച്ച് വിശുദ്ധ ഖുർആൻ ഒന്നെടുത്ത് ഖുർആൻ ഒന്ന് ഓതി മഹാനായ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ദിവസം രാവിലെയും വൈകിട്ട് 100 സ്വലാത്ത് ചൊല്ലി അങ്ങനെ നമ്മളൊരു മാറ്റം, അനാവശ്യമായ ഒന്നും പറയൂല. ഭക്ഷണം നോമ്പ് ഉറക്കാനോ രാത്രിയിലോ കിട്ടുന്ന ഭക്ഷണത്തിൽ ഹലാലിന്റെ അംശമല്ലാതെ, ഹലാലല്ലാതെ ഹറാമിന്റെ അംശം കലർന്ന ഭക്ഷണം കഴിക്കൂല. ഞാൻ എല്ലാത്തിന്നും അകലുകയാണ്, എനിക്കെന്റെ റബ്ബാണ് വലുത്, പരലോകമാണ് വലുത്, അവന്റെ തൃപ്തിയാണ് വലുത്, സ്വർഗമാണ് വലുത് എന്ന ചിന്തയോടെ ഒന്ന് തയ്യാറാവുക റമളാന് വേണ്ടി. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഒരു തുണ്ട് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഈ കുഞ്ഞുങ്ങൾ നടത്തുന്ന പരിപാടിയാണ്. അവരിങ്ങനെ വലിയ വലിയ ആളുകൾ വലിയ തേങ്ങ ഉടയ്ക്കുമ്പോൾ അവരൊരു ചിരട്ട വെച്ചിട്ട് ഇങ്ങനെ ഉടയ്ക്കുകയാണ്. എന്നിട്ട് അവരും ഞങ്ങളും വാള് നടത്തി, ഞങ്ങളും മതപ്രസംഗം നടത്തി എന്നൊക്കെ പറയുന്ന ഒരു രീതിയാണ്. ഇവിടുത്തെ പാവപ്പെട്ട ചില സഹോദരങ്ങളെ സഹായിക്കാൻ വേണ്ടി കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതെന്നുള്ളതെന്ന് നോട്ടീസിലുണ്ട്. റമളാനും പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അവരൊരു ബക്കറ്റ് നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരും. ആ ബക്കറ്റ് നിങ്ങൾ അതിനകത്ത് എല്ലാവരും കഴിയുന്ന ഒരു ചെറിയ സഹായം ബക്കറ്റിലേക്ക് വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഇനിയും പ്രസംഗിപ്പിക്കാന്ന് വിചാരിച്ചാണോ നിർത്തി. അപ്പൊ എന്റെ സഹോദരങ്ങൾ എല്ലാവരും കൊല്ലത്തെത്തേണ്ടത് അത്യാവശ്യമായിട്ട് നിങ്ങളെല്ലാവരും ഒരു ചെറിയ സഹായം, എവിടെ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ ഒരു ചെറിയ സഹായം കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാന്യനായ ദേവത്തി അബൂബക്കർ ഖാസിമി വന്നിട്ടുണ്ടല്ലോ, ഇപ്പൊ വരുന്ന സ്റ്റേജിലേക്ക് വരികയല്ലേ, എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന വളരെ പ്രഗത്ഭനായ പ്രസംഗകനാണ്. റമളാന്റെ തൊട്ടുമുമ്പത്തെ ദിവസങ്ങളാണ്. വളരെ ഫലവത്തായ പ്രസംഗമാണ്. അതുകൊണ്ട് ആരും പോകാതെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് ഫലവത്തായി ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി എപ്പോഴും ഈ വിശുദ്ധ റമളാനിൽ ഇൻഷാ അല്ലാഹ് ഒരു മാറ്റം, ഒരു കാര്യം വസിയത്ത് ചെയ്യുക. ഒന്ന് ശ്രദ്ധിച്ചോണേ, ഒരൊറ്റ കാര്യം വസിയത്ത് ചെയ്യുക. എന്താ അത്? എല്ലാ റമളാന്റെ ദുആയിലും പ്രത്യേകിച്ച് നോമ്പുറക്കുന്നതിന് മുമ്പുള്ള ദുആ, നോമ്പുറക്കുന്നതിന് മുമ്പുള്ള ദുആ ഒന്നും നഷ്ടപ്പെടുത്തി കളയരുത്. നോമ്പുറക്കുന്നതിന് മുമ്പുള്ള ദുആയില്, എല്ലാ ദുആയിലും നോമ്പുറക്കുന്നതിന് മുമ്പുള്ള ദുആയില് പ്രത്യേകിച്ച് വിനീതനായ നിങ്ങളുടെ ഈ സഹോദരന് വേണ്ടി ദുആരക്കണം, ദീർഘായുസിന് വേണ്ടി ദുആരക്കണം, ആരോഗ്യത്തിന് വേണ്ടി ദുആരക്കണം. എന്റെ കേസിൽ BJPക്കാർ അപ്പീല് പോയിട്ടുണ്ട്, റിവിഷൻ പോയിട്ടുണ്ട്, എന്നെ വെറുതെ വിട്ടത് പിൻവലിച്ച് വീണ്ടും ജയിലിലാക്കണമെന്ന് പറഞ്ഞ് ആ കേസിൽ അനുകൂല വിധിക്ക് വേണ്ടി ദുആരക്കണം. എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ദ്വാരക്കണം. എന്റെ 2 മക്കള് വിശുദ്ധ ഖുർആൻ കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞുങ്ങള് അവരെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയോടും കൂടി എത്രയും വേഗം ഹിഫ്ള് പൂർത്തിയാകാൻ നിങ്ങളെല്ലാവരും ദ്വാരക്കണം. പിന്നെ പ്രത്യേകിച്ച് ഒരു ക്ഷണം കൂടെ, എല്ലാ 27 രാവിനും അൻവാർശ്ശേരിയിലും നോമ്പ് ഉറപ്പിക്കലും അതുപോലെ ദുആയും ഉണ്ടാവും. ഈ പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യമാണ് ഞാനതിൽ സജീവമായി പങ്കെടുക്കുന്നത്. പങ്കെടുത്തപ്പോൾ എന്റെ കൽബിന് ബുദ്ധിമുട്ടുണ്ടായ, വിഷമമുണ്ടായ ഒരു കാര്യം കണ്ടു. കാരണം നോമ്പ് ഉറക്കുന്ന ഈ സമയത്ത് ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ, സഹോദരിമാര് ദുആയ്ക്ക് വേണ്ടി വരികയാണ്. ഈ ദുആയ്ക്ക് വരുന്ന സഹോദരിമാർക്ക് ഒന്നും മഗ്രിബ് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പറ്റുന്നില്ല, അല്ലാതെ അദാആയിട്ട് നിസ്കരിക്കാനേ പറ്റുന്നില്ല. ഇവര് കളായി പോകുന്നു. ഇവര് നോമ്പും മുറിച്ച് ഭക്ഷണമൊക്കെ വാങ്ങിച്ച് വണ്ടി കയറി അങ്ങ് പോവാ. വീട്ടിലെത്തുമ്പോഴത്തേ മഗ്രിബ് പോവും. 26 ദിവസം നോമ്പ് പിടിച്ചിട്ട് 27 രാവിന് വന്ന്, അതും അൻവാർശ്ശേരി വന്നിട്ട് മഗ്രിബ് കളാക്കി പോവുക എന്ന് പറഞ്ഞ ആ പരിപാടി ഇനി വേണ്ടാന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് നോമ്പ് ഉറപ്പിക്കലും ഈ വലിയ ജനക്കൂട്ടം ഒഴിവാക്കിയിട്ട് 27 രാവിന് രാത്രിയിൽ ഇൻഷാ അല്ലാഹ് ഇശാന് തറാവീഹിന് ശേഷം പ്രത്യേകമായി ദിക്റുകളും ദുആകളും ഇബാദത്തും പ്രമുഖരായ ഉസ്താദുമാരുടെ നസീഹത്തും ഇതൊക്കെയായി
ആയി അത്താഴം വരെ ഇരുന്നിട്ട് അത്താഴം എത്ര ആളുണ്ടെങ്കിലും അൻവാറിൽ നിന്ന് ഫ്രീ ആയിട്ട് അത്താഴം കൊടുത്ത് ഇൻഷാ അല്ലാഹ് അങ്ങനെ ഈ റമളാൻ 27 രാവ് രാത്രി ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാകാൻ സാധ്യതയുള്ള രാത്രി ഫലവത്താക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാരെയും ഞാൻ ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ നമ്മുടെ പള്ളിയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് എത്തിയാൽ മതി. 27 രാവിന് അൻവാർശ്ശേരിയിൽ എത്താൻ ക്ഷണിക്കുകയാണ്. എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ മറക്കരുത്. എന്റെ മക്കൾക്കത് പ്രത്യേകം ഞാൻ പറയുന്നത്, ഞാൻ ജയിലിൽ ഇരുന്നപ്പോൾ എന്റെ കുഞ്ഞുങ്ങൾ ഒരുപാട് വിഷമം സഹിച്ചിട്ട് അവരെ ഞാൻ മൈസൂർ കൊണ്ടുപോയ ഒരു സ്ഥാപനത്തിലായി പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട്. അവരെ IAS കാരും IPS കാരും ആക്കാനല്ല ഞാൻ ആഗ്രഹിച്ച്, അവരെ ഖുർആൻ പഠിച്ച് ഖുർആന്റെ പ്രചാരകരും പ്രബോധകരുമാകണം. ഇപ്പോഴും അത് തന്നെ ദുആ. അതിനവരെ വിട്ടു. മൈസൂരിലൊരു ഉസ്താദിന്റെ അടുക്കൽ എന്താ അവിടുത്തെ അവസ്ഥ എന്നറിയോ? പഴയ സിസ്റ്റത്തില് ഒരു ചെറിയ കുടിലിനകത്ത് അതിന്റെ അടുത്ത് പശുവിനെ വളർത്തി അതിന്റെ പാല് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് തറയിൽ ഒരു പരമ്പ് വിരിച്ച് കിടത്തി. എന്നിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു പക്ഷേ തലേ ദിവസത്തെ ഭക്ഷണം പിറ്റേ ദിവസം വരെ കൊടുത്ത് ഇങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി. എന്റെ കുഞ്ഞുങ്ങൾ ഉണങ്ങി ക്ഷീണിച്ച്. എന്നാലും എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു. പടച്ചോനെ, എന്റെ മക്കൾ ഖുർആൻ നന്നായി കാണാതെ പഠിക്കുന്നുണ്ട്. ഇടയ്ക്ക് ജയിലിൽ കാണാൻ വരുമ്പോ എന്റെ കുഞ്ഞുങ്ങളെ വിളിച്ചു നിർത്തി ഞാൻ ഖുർആൻ ഓദിക്കും. അവർ കർണാനന്ദകരമായി ഓതുന്ന കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം, വല്ലാത്ത സന്തോഷം തോന്നും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൈസൂരില് ഫഹദ് എന്ന് പറഞ്ഞൊരു പാകിസ്ഥാൻ പൗരൻ എന്ന് പറഞ്ഞ ഒരാളെ, യഥാർത്ഥത്തിൽ അയാൾ അവിടെ ആഴ്ചകളായി വർഷങ്ങളായി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാ, അയാളെ പാകിസ്ഥാൻ പൗരൻ എന്ന് പറഞ്ഞ് പെട്ടെന്ന് വളഞ്ഞു പിടിച്ചു, വാർത്തയാക്കി, പ്രശ്നമാക്കി. എന്നിട്ട് അവിടുത്തെ മദ്രസകളൊക്കെ റെയ്ഡ് ചെയ്യാൻ തുടങ്ങിയെന്ന് കണ്ടപ്പോൾ ഈ പാവപ്പെട്ട ഉസ്താദിന് പേടി. ഇവിടെ അബ്ദുൽ നാസർ മദനി ജയിലിൽ കിടക്കുന്ന ആളിന്റെ മക്കൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അവസ്ഥ എന്താവും ഓർത്തിട്ട് ആ പാവം മനുഷ്യൻ എന്റെ ഭാര്യയെ വിളിച്ചിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ എന്റെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. നല്ല അവസ്ഥയിൽ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളാ. കേരളത്തിൽ അവർ വന്നു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ മദനിയുടെ മക്കളാണ്. അങ്ങനത്തെ വാത്സല്യം, സ്നേഹം, അത് ഇതൊക്കെ കിട്ടി. മറ്റേ ഇതൊന്നുമില്ലായിരുന്നു അവിടെ. നിന്ന് അവരുടെ പഠനമൊക്കെ ഉഴപ്പി. ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആൻ ഒരാൾ 17 ജുസുവും 11 ജുസുവും ആയവർ പഠിച്ചതൊക്കെ ഒരു ലക്കും ലകാനും ഇല്ലാതെ മറന്നും അസ്വസ്ഥമായ അവസ്ഥയിലായി, ഒരുപാട് വിഷമത്തിലായി. അവസാനം ഞാൻ പലയിടത്തും മാറ്റി മാറ്റി നിർത്തിയിട്ട് രക്ഷയില്ല. എന്നിട്ട് ഈ വിശുദ്ധ റമളാൻ ഈ കഴിഞ്ഞ മാസത്തിൽ ഞാൻ നിയ്യത്ത് ചെയ്ത് അവരെയും കൊണ്ട് ഞാൻ ഉംറയ്ക്ക് പോയി. അവരെ ഇരുത്തി ഓരോരുത്തരെയും രണ്ടുപേരെയും ഒരാഴ്ച ഹറമിലിരുത്തി അവിടുന്ന് ഒരു ഹത്തം തീർപ്പിച്ച്, ഒരാഴ്ച റൗള ഷരീഫിലിരുത്തി അവിടുന്ന് ഒരു ഹത്തം തീർപ്പിച്ച് അവിടെ ഇരുന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇപ്പൊ 2 സ്ഥാപനത്തിലായിട്ട് അവരെ നിർത്തിയിരിക്കുകയാണ്. എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എന്റെ കുഞ്ഞുങ്ങൾ ഖുർആൻ പഠിക്കണം, അതിന്റെ അർത്ഥം പഠിക്കണം, ആശയം പഠിക്കണം, അതിന്റെ പ്രചാരകരാകണം, പ്രബോധകരാവണം. ഇതിനപ്പുറം MLA ആവണം, മന്ത്രി ആവണം, IAS ആവണം, IPS ആവണം, ഈ ഒരു മോഹവും ഇല്ല. അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾ ദീനിന്റെ പ്രബോധകരാകണം. നാളെ ഞാൻ മരണപ്പെട്ടാൽ എന്റെ മക്കൾ ദീനിന്റെ പ്രബോധകരായി നടക്കുന്നതിന്റെ പേരിൽ എന്റെ ഖബറിലേക്ക് പ്രതിഫലം കിട്ടണം. ആ ഒരു നിയ്യത്തേ ഉള്ളൂ. അതുകൊണ്ട് അതിനവർ പാകപ്പെടാൻ, അവരുടെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു കിട്ടാൻ നിങ്ങളുടെ എല്ലാ ദുആയിലും, വിശുദ്ധ റമളാന്റെ ദുആയിലും പ്രത്യേകിച്ചും മറക്കല്ലേ, പ്രത്യേകമായി വസിയത്ത് ചെയ്യുക. എല്ലാവരും ദുആ ഇറക്കണം. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ തന്നെ സ്വീകരിക്കണം നാഥ. പാപങ്ങൾ പുറത്തു വരണം നാഥ. രോഗങ്ങൾ ശിഫയാക്കണം നാഥ. ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണം നാഥ. യാ അല്ലാഹ്, ഞങ്ങൾ നിരവധി പേര് ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, ബ്ലഡ് ക്യാൻസർ, ഹാർട്ടിന്റെ രോഗം, തളർവാദം, ഉദരരോഗം, ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ ഒരുപാട് സ്ഥലത്തുനിന്ന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, കഴിഞ്ഞ ദിവസം ഒരു സഹോദരി കിംസ് ഹോസ്പിറ്റലിൽ വെച്ച് അവർക്ക് ബ്രെയിൻ ട്യൂമറിന് ഓപ്പറേഷൻ നടത്തിയിട്ട് തലയോട്ടി പിളർന്ന് നടത്തിയ ആ ഓപ്പറേഷന് ശേഷം തലയോട്ടി തുന്നിക്കെട്ടിയിരിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് അപസ്മാരം വന്ന് തലയിലിടിച്ച് പൊട്ടി, തറയിലിട്ട് അടിച്ച് പൊട്ടി തകർന്ന് അപകടകരമായ അവസ്ഥയിലെത്തിയ ഒരു സഹോദരിക്ക് വേണ്ടി ഉൾപ്പെടെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട സഹോദരി ഉൾപ്പെടെ ആരെല്ലാം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ, ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ, ഞങ്ങളിൽ നിന്ന്, ഭാര്യമാരിൽ നിന്ന്, മക്കളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, സഹായികളിൽ നിന്ന്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ നിന്ന് ആരൊക്കെ ഈ സദസ്സിലിരിക്കുന്നവർ ഉൾപ്പെടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ, ആ രോഗങ്ങൾ മൊത്തം ശിഫയാക്കി തരണം തമ്പുരാനെ. അല്ലാഹുവേ, വിശുദ്ധ റമളാനെ അക്ഷരാർത്ഥത്തിൽ ആദരിച്ച് ഈ റമളാൻ ഞങ്ങളുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ ഒരു റമളാനാക്കി നീ മാറ്റണം തമ്പുരാനെ. ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം തമ്പുരാനെ. പാപങ്ങളെ അകറ്റി നിർത്തണം തമ്പുരാനെ. പരലോക വിജയം കരസ്ഥമാക്കാൻ തൗഫീഖ് ചെയ്യണം തമ്പുരാനെ. യാ അല്ലാഹ്, ഈ ഒരുമിച്ച് കൂടലിൽ ഞങ്ങൾക്ക് ഏറ്റവും പരമപ്രധാനമായി നിന്നോട് ചോദിക്കാനുള്ളത്, ഞങ്ങളെ എല്ലാവരെയും ഈ ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം അല്ലാഹ്. കലിമ ചൊല്ലി മരിപ്പിക്കണം അല്ലാഹ്. ഞങ്ങളുടെ ആരുടെയും അന്ത്യം മോശമാക്കല്ല റബ്ബേ. കലിമ ചൊല്ലാതെ മരിപ്പിക്കല്ല റബ്ബേ.
നരകാവകാശികളായി നരകത്തിന്റെ ചിത്രം കണ്ട് കണ്ണു തള്ളി കാളയെപ്പോലെ മുക്കറയിട്ട് വലിച്ചു വലിച്ചു മരണപ്പെടുന്ന ഗുണംകെട്ട നരകാവകാശികളിൽ ഞങ്ങളെ പെടുത്തല്ല റബ്ബേ. ഈ ദുആ നീ സ്വീകരിക്കണം റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. മമ്പുറം ബുക്ക് സ്റ്റാൾ, ഓഡിയോസ്, ക്യാപ് മാർട്ട് ആൻഡ് പെർഫ്യൂംസ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, സക്കീഫ ടവർ, മമ്പുറം, മർക്കസ് കോംപ്ലക്സ്, കോഴിക്കോട്. ബുക്കുകൾ, തൊപ്പി, കാസറ്റ്സ്, ഓഡിയോ CD, VCD, MP3, DVD, പെർഫ്യൂംസ്, ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ, സുറുമ, പള്ളികൾക്കാവശ്യമായ സാധനങ്ങൾ, ഫ്രെയിമുകൾ, തസ്വി, സീനറികൾ, മോതിരം, മോതിരക്കല്ലുകൾ, ദഫ്, ഗിഫ്റ്റുകൾ എന്നിവ ലഭിക്കുന്ന വിശ്വസ്ത സ്ഥാപനം മമ്പുറം ബുക്ക് സ്റ്റാൾ, ഓഡിയോസ്, ക്യാപ് മാർട്ട് ആൻഡ് പെർഫ്യൂംസ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, സക്കീഫ ടവർ, മമ്പുറം. ഫോൺ 9895147846. പാടി ഞാനീ മണിക്കിണറിൻ വേദി മനം തുറന്ന് ഞാനും മന്നവനിൽ തേടി. ഇനി വളരണം ഇവിടുയരണം ദീനിന്റെ ശോഭ, അതിലുണരണം അതു നുകരണം നാടിന്റെ മേന്മ. മദ്ഹ് പാടി ഞാനീ മണിക്കിണറിൻ വേദി മനം തുറന്ന് ഞാനും മന്നവനിൽ തേടി. ഇനി വളരണം ഇവിടുയരണം ദീനിന്റെ ശോഭ, അതിലുണരണം അതു നുകരണം നാടിന്റെ മേന്മ. സാഗരവും ശാന്തമായ തെന്നലുമേകി നാദാ സാന്ത്വനത്തിൻ തീരമാക്കി നാടിനെ മാറ്റി. ഇന്നലകളെ ഓർത്തു നല്ല ഇന്നുകളാക്കി നാളെ മന്നവനിൻ പ്രീതി നേടാൻ മുമ്പിലിറങ്ങി. സാഗരവും ശാന്തമായ തെന്നലുമേകി നാദാ സാന്ത്വനത്തിൻ തീരമാക്കി നാടിനെ മാറ്റി. ഇന്നലകളെ ഓർത്തു നല്ല ഇന്നുകളാക്കി നാളെ മന്നവനിൻ പ്രീതി നേടാൻ മുമ്പിലിറങ്ങി. മന്മറന്ന് പോയവരിൽ ഓർമ്മ തിളങ്ങി, മന്മറന്ന് പോയവരിൽ ഓർമ്മ തിളങ്ങി. വേദിയവർക്കായി ഞങ്ങൾ പ്രാർത്ഥന നൽകി, വേദിയവർക്കായി ഞങ്ങൾ പ്രാർത്ഥന നൽകി. മദ്ഹ് പാടി ഞാനീ മണിക്കിണറിൻ വേദി മനം തുറന്ന് ഞാനും മന്നവനിൽ തേടി. ഇനി വളരണം ഇവിടുയരണം ദീനിന്റെ ശോഭ, അതിലുണരണം അതു നുകരണം നാടിന്റെ മേന്മ.